ഹായ് ഗൈസ്. ഹായ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും വന്നേക്കണത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമുള്ള ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ മുന്നേ, കുറച്ചാളെന്ന് വെച്ചാൽ ഏകദേശം ഒരു 2-3 മാസമല്ല, ഏതൊക്കെ ഒരു വർഷമാറായിട്ടുണ്ടെന്ന് തോന്നുന്നു. മുന്നേ ഞങ്ങളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ ഒരു ഫോൺ ഞങ്ങൾ വാങ്ങിച്ചിട്ട് S23 എന്നുള്ളൊരു മോഡൽ വാങ്ങിച്ചിട്ട് അതിന് ഡിസ്പ്ലേയിൽ ഗ്രീൻ ലൈൻ വീണിട്ട് മറ്റേ സർവീസ് സെൻ്ററിൽ ചെന്നിട്ട് അവർ ചെയ്തു തരില്ല, ഡിസ്പ്ലേ മാറ്റണമെങ്കിൽ 10,000 രൂപ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ കാര്യം വെച്ചിട്ട് ഞങ്ങളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോൺ വാങ്ങിച്ചിട്ട് ഇപ്പോൾ 2 വർഷമൊക്കെ കഴിഞ്ഞ് അതൊന്നും ഗ്രീൻ ലൈൻ വരണോ എന്നുള്ളത് ഒരുപാടായി, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനായിപ്പോയി. അതായത് അതിലാണ് ഞങ്ങൾ ലൈവൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ലൈവ് ചെയ്യുമ്പോഴത്തേക്കും ഗ്രീൻ ലൈൻ ഉള്ള കാരണം ഇന്ന് തന്നെ കാണാനില്ല, കുറച്ചുകൂടെ ഓക്കെ സോറി. അപ്പൊ ഗ്രീൻ ലൈൻ ഉള്ള കാരണം കമന്റ് വരുന്നത് നമുക്ക് വായിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോ ഞങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാല് വേറൊരു ഫോൺ കയ്യിൽ അഡീഷണൽ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് കണ്ടാണ് കമന്റ് ഒക്കെ വായിച്ചിട്ട് റിപ്ലൈ കൊടുത്തിരുന്നത്. അപ്പോൾ ലൈവ് ഇരിക്കണ ടീനെ ഇരിക്കണം. അപ്പൊ അതിൻ്റെ ആയിട്ടുള്ള ചെറിയൊരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു വെച്ചാല് ചിലവ് പിന്നെയും കൂടി വെച്ചാല് ആ ഫോണും ചാർജ് ചെയ്യണം, ഈ ലൈവ് ചെയ്യണ ഫോണും ചാർജ് ചെയ്യണം. അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങള് ഫോണിന്റെ കാര്യം ഫോണ് ശരിയായി കിട്ടിയില്ല, അത്രയും വില കൊടുത്ത് വാങ്ങിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊക്കെ മൈൻഡിലിരിക്കണായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം ടീനയുടെ ഒരു ഫ്രണ്ട് ബൈ ചാൻസ് ഈ ഫോൺ കാണാൻ ഇട വന്നു. അപ്പോൾ അങ്ങനെ കണ്ടപ്പോഴത്തേക്ക്, അത് ഫ്രണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രയർ ഗ്രൂപ്പിലുള്ളതാണ്. അപ്പോൾ ടീന ഞാൻ പറയാം. അപ്പൊ ഞാൻ സോണിയെ വിളിക്കാൻ വേണ്ടി ഫോൺ എടുത്തായിരുന്നു. അപ്പൊ ചോദിച്ചു ഇതെന്താണെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതെന്താണ് ഇങ്ങനെ കാണുന്നത്, ഇതെന്താ എന്ത് പറ്റിയെന്നുള്ള രീതി ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു സാംസങ്ങിന്റെ ഇത് കാരണം ആദ്യം ഒരെണ്ണം വന്നു വെച്ചത് പിന്നെ അതിന് കൂടിയെന്ന് പറഞ്ഞു. അത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു. അതായത് എന്താ ഇങ്ങനെ വരെയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞു ഇങ്ങനെ സാംസങ്ങിന്റെ ഫോണാണ്, അപ്പൊ ആദ്യം ഒരു വരെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ കുറെ നാളായിട്ട് ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് പറഞ്ഞ് അതിന് ഉപയോഗിക്കുന്ന ഫോണും സാംസങ്ങിന്റെ ഏത് മോഡലാന്ന് അറിയില്ല, അതിന്റെ ഫ്രണ്ടാണ്. അതിന്റെ ഫ്രണ്ട്. അപ്പൊ സാംസങ്ങിന്റെ ആയിരുന്നു ഉപയോഗിച്ചത്. അപ്പൊ അതിന് ഇതേപോലെ തന്നെ ഇത്രയും വരെയൊന്നും ഉണ്ടായില്ല, ആകെ 2 വരെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ തോന്നുന്നു, ഇത്രയൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഒരു വർഷവും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ട് കാണിച്ച്. അല്ല, അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു. അതായത് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അതിന്റെ ഫ്രണ്ടിന്റെ ആരുടെയോ ഫോൺ ഇതേപോലെ സാംസങ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ഇതേപോലെ ഗ്രീൻ ലൈൻ വേണ്ടിട്ട് 1-2 വരെയായിട്ട് ഉണ്ടായാലും തോന്നും അല്ലെ. അപ്പൊ അത് സർവീസ് സെന്ററിൽ പറഞ്ഞൊന്നുമില്ല, അത് റെഡിയാക്കി കൊടുത്തായിരുന്നു. പൈസ എന്തോ 450 ആയിട്ടുള്ള പറഞ്ഞ് ടീനടുത്ത് പറഞ്ഞു. അങ്ങനെ എന്തോ 500 താഴെ ആയിട്ടുള്ള എന്നുള്ള രീതിയിൽ ടീനടുത്ത് പറഞ്ഞ ടീന ആ നമ്പറും വാങ്ങിച്ച് എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് പറഞ്ഞ് സോണിനെ വിളിച്ചു നോക്കൂ. അല്ല, അത് ഓക്കെ അങ്ങനെ പറഞ്ഞു. എന്നിട്ട് എൻ്റെ അടുത്ത് നമ്പർ കൊണ്ടുവന്നിട്ടും പറഞ്ഞു സോണി ഒന്ന് വിളിച്ചു നോക്ക്, ചിലപ്പോൾ നമുക്ക് ഉപകാരപ്പെടുമെന്നുള്ളത്. അപ്പൊ ഞാൻ ആദ്യം ആന്ന് പറഞ്ഞ് വാങ്ങിച്ച നമ്പർ ഞാൻ പറഞ്ഞ ലൊക്കേഷൻ ലൊക്കേഷനൊക്കെ അയച്ചു തന്നു. അപ്പൊ ഞാനത് ഇങ്ങനെ ഇട്ടിട്ട് 2 ദിവസം മുന്നേ ഉണ്ടായി കിട്ടിയത്. അപ്പൊ ഞാൻ വിചാരിച്ചു പിന്നെ അങ്ങനെ ഇരിക്കട്ടെ, പിന്നെ അവര് ഉപേക്ഷിച്ച സംഭവമാണല്ലോ. അപ്പൊ അങ്ങനെ ഫോണ് ഏതായാലും ഒന്നും ചെയ്യാനും പറ്റില്ല, അത്രയും വിലത്തൊന്നും ചെയ്യാനും പറ്റാത്ത കാരണം ഞങ്ങൾ അങ്ങനെ മൈൻഡ് ചെയ്ത് ഇരുന്നേച്ച്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇന്നലെ ഞാൻ ടീനയും കൂടി എറണാകുളത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ പോണ സമയത്ത് ടീന പറഞ്ഞ് നമുക്ക് ഫോൺ ഒന്ന് അവിടെ കൊണ്ടേ കാണിച്ചു നോക്കാം. സോണിക്ക് മടിയായിരുന്നു പോകാനായിട്ട്. നേരത്തെ കൊണ്ടേ കാണിച്ചിട്ട് അവര് പറഞ്ഞ് ഇത്രയും രൂപയ്ക്കാന്നൊക്കെ പറഞ്ഞാൽ സോണി പിന്നെ ഫോൺ അത്രയും പോട്ടെ എന്നുള്ള ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്ത് എന്നാ കാണിക്കാം. അപ്പൊ സ്ഥലം എവിടെ, ഞാൻ ലൊക്കേഷൻ അയച്ചു തന്നെങ്കിൽ ഞാനത് എവിടെയാണെന്ന് ഞാൻ നോക്കിയിട്ടുണ്ടായില്ല. ഇന്നലെ ഞാനത് ലൊക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഞാൻ നേരത്തെ ഫോൺ സർവീസ് ചെയ്യാൻ ചെന്ന അതേ സെയിം സർവീസ് സെന്ററിലത്തെ ലൊക്കേഷനാണ്. അപ്പൊ നേരത്തെ കൊണ്ട് കാണിച്ച സ്ഥലത്ത് ഇത് എങ്ങനെയായിരിക്കാം ഞാൻ പറഞ്ഞു അവിടെ കാണിച്ചു നോക്കാം. അപ്പൊ ഞാൻ ചോദിച്ചു, എനിക്ക് ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ടീന 450 എന്നാണ് പറഞ്ഞത്, 4500 നീ കേട്ടതിന്റെ കുഴപ്പമാണെന്ന് ചോദിച്ചു. പറഞ്ഞില്ല 450 എന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു പണി ഫോൺ എടുത്തേക്കാം, നമുക്ക് പറ്റുമെങ്കിൽ നോക്കാം, എന്തെങ്കിലും ഇത് വന്നാണെങ്കിൽ നമുക്ക് തിരിച്ചു പോരാന്നുള്ള മൈൻഡിൽ പോയി. അങ്ങനെ പോയി ഞങ്ങള് ബില്ലും വേണമെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ എടപ്പള്ളിയിലൊക്കെ പോകണ്ടായിരുന്നു. എടപ്പള്ളിയിൽ പോയി തിരിച്ചു വന്ന വഴി ലാസ്റ്റ് കടവന്തറയിൽ കയറി, അല്ല ലാസ്റ്റ് കടവന്തറയിൽ കയറാന്നുള്ള മൈൻഡിലാണ് പോയത്. അപ്പൊ പോയിട്ട് വന്നപ്പോഴത്തേക്ക് കുറെ ഇങ്ങനെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ഒരുപാട് വൈകിട്ടാണ് ഞങ്ങള് കടവന്തറ ഭാഗത്ത് എത്തിയത്. അപ്പൊ ഞാൻ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് കടവന്തറയിൽ കയറുന്നുണ്ട്, തിരിച്ച് പിന്നെ ലെഫ്റ്റ് കയറി യൂട്ടേണൊക്കെ എടുത്ത് വന്നാൽ നമുക്ക് പോവാന്ന് പറഞ്ഞു വീട്ടിലേക്ക്. ടീന പറഞ്ഞു ഞാൻ ഇവിടം വരെ വന്നില്ല, ഒന്ന് കയറി നോക്കിയേക്കാന്ന് പറഞ്ഞു. സാധാരണ ഞാൻ വന്ന് വേണ്ടെന്നുള്ള മൈൻഡിൽ പോരാ വിട്ടടിച്ച് ഇങ്ങനെ പോകാനാണ് പരിപാടി, എത്ര വൈകിയത് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചൊരു പണി അവര് പറഞ്ഞിട്ട് കേട്ടില്ലെന്നുള്ള ഞങ്ങൾ ചെന്ന്
ഷോറൂമിലെ സർവീസ് സെന്ററിൽ ചെന്ന് കടവന്ത്രയിൽ ചെറുപറമ്പത്ത് റോഡ് എന്നുള്ള റോഡിന്റെ അടുത്തുള്ള ഒരു സർവീസ് സെന്ററാണ്. അവിടെ ചെന്നു. അതായത് നേരത്തെ ഞാൻ പോയ സർവീസ് സെന്റർ തന്നെ. അവിടെ ചെന്നിട്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് തന്നെയാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ വീണ്ടും ലൊക്കേഷൻ എടുത്ത് നോക്കിയപ്പോൾ കറക്റ്റ് സെയിം പ്ലേസ് തന്നെ. കേറണം എന്നുള്ളൊരു മൈൻഡില്ല. ഞാൻ വെച്ച് എന്നാ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കയറി എന്തായാലും മഞ്ഞ വരട്ടെ അതിനോട് തന്നല്ലേ. എന്നിട്ട് ചോദിച്ചു, ഇന്നലെ സാംസങ്ങിന്റെ ഇത് കാണിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു. ഒന്ന് വേറെ ഒന്നും പറയാനോ ചോദിക്കാനോ നിന്നില്ല. എന്നിട്ട് പറഞ്ഞു ഇതൊന്നും തിരക്കുണ്ടായില്ല. ഒരു ഉച്ച ടൈം പറഞ്ഞു, ഒരു 12:30 അങ്ങനെയൊക്കെയാന്ന് തോന്നുന്നു. ചെന്നപ്പോഴത്തേക്ക് അവർ ഫോൺ വാങ്ങിച്ചു. ഫോൺ വാങ്ങിച്ചിട്ട് ബില്ല് ഉണ്ടാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ബില്ല് കൊടുത്തു. അപ്പോൾ അവർ എത്ര നാളായി? ഞാൻ പറഞ്ഞു കുറച്ചധികം നാളായി, വാറണ്ടിയൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഏകദേശം 3 വർഷമായി. ഞാൻ പറഞ്ഞു 3 വർഷം എന്താ 2 വർഷത്തിന് മേലായി എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ അത് എടുത്തിട്ട് നോക്കിയപ്പോഴത്തേക്ക് 3 വർഷത്തിന്റെ എന്തോ 6,000 ബില്ലിൽ കാണുന്നുണ്ട്. അപ്പൊ കൂടെയുള്ളൊരു സ്റ്റാഫിനോട് ചോദിക്കേണ്ട ഇത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോൾ അത് പറഞ്ഞു നമുക്കത് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വാങ്ങി വിളിച്ചിരിക്കണേ വേറെ ഒന്നുമല്ല, ചെയ്യാന്ന് പറഞ്ഞു. ഇനി ഇത് കണ്ടിട്ട് ഇതിന് ഇത്ര വരുമോ എന്നൊക്കെ പറഞ്ഞാൽ അപ്പൊ അല്ല 3 വർഷം കഴിഞ്ഞ് ചെയ്ത് തരില്ലെന്നല്ല, അവര് അങ്ങനെ 3 വർഷമായോ എന്നുള്ള രീതിയിൽ നിൽക്കണം. അപ്പൊ എനിക്കൊന്ന് പുതിയ ഈ ഇങ്ങനെ എല്ലാ ആൾക്കാരും വീഡിയോ ചെയ്തായിരുന്നല്ലേ ഇതിനെക്കുറിച്ച്, സാംസങ്ങിന്റെ S23 അതിനെക്കുറിച്ചും ഒരുപാട് നമ്മളും ചെയ്തായിരുന്നു വീഡിയോ. അപ്പൊ അങ്ങനെ കുറെ ആൾക്കാർ ഇതില് ആ വീഡിയോന്റെ താഴെ കമന്റ് ഇട്ടിരുന്നു. മറ്റേ എന്താണ് കോടതിയിൽ കംപ്ലൈന്റ് കൊടുക്കാൻ പാടില്ലായിരുന്നോ, അപ്പൊ നിങ്ങൾക്ക് മാറ്റി കിട്ടിയാലോ, അങ്ങനെ കുറെ ആൾക്കാർ അത് മാറി കിട്ടിയായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് പല പല അഭിപ്രായങ്ങളൊക്കെ കമന്റിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. വീഡിയോ ഇച്ചിരി ലെങ്ത് ആയി പോകുന്നുണ്ട്, സോറി. അപ്പൊ ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഫോൺ വാങ്ങിച്ചു. എന്റെ അടുത്ത പേര് ബില്ല് ഇതിന് ഇത്ര ചാർജ് ഒക്കെ പറയുമോ അത് നോക്കിയിട്ടും പറഞ്ഞ് ഇത് ചെയ്ത് തരാം, ഒരു ദിവസം ഫോണോട് വെക്കേണ്ടി വരും. ഞാൻ അതിന് കുഴപ്പമില്ല. അപ്പൊ ഞാൻ എന്താ എമൗണ്ട് വരുമെന്ന് ചോദിച്ചു. അപ്പൊ അവര് ചോദിച്ചിട്ടും ഫോൺ എടുത്തിട്ടും പറഞ്ഞൊരു 649 രൂപ, അതായത് 650 രൂപ ലേബർ കോസ്റ്റ് വരുമെന്ന് പറഞ്ഞു. ഞാൻ 600, അപ്പൊ ഇത്രയും എന്നോട് ചോദിച്ചു. നമുക്ക് കേട്ടതിന്റെ ഫോണെന്നുള്ള ചോദിച്ചു എത്ര 650 രൂപ, 649 രൂപ ലേബർ കോസ്റ്റ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എപ്പോഴത്തേക്ക് കിട്ടും? നാളെ, അതായത് ഇന്നത്തെ ദിവസം, ഇപ്പൊ വീഡിയോ ചെയ്യണ ദിവസം വൈകുന്നേരം തരാന്ന്. അപ്പൊ ഞാൻ വൈകുന്നേരം ഫോൺ വാങ്ങിച്ചിട്ട് വന്നിട്ട് ആണ് വീഡിയോ ചെയ്യുന്നത്. കൈയോടെ ചെയ്ത കാര്യം വേറെ ഒന്നുമല്ല. ഞങ്ങളുടെ ഈ വീഡിയോ, ഞാനിത് വീഡിയോ ഇപ്പൊ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലെ ഗ്രീൻ ലൈൻ അല്ല സാംസങ്ങിന്റെ ആ ഒരു സീരീസിൽപ്പെട്ട, അതായത് ഒരു അത്യാവശ്യം നല്ല ഒരു 1,00,000 രൂപ മേലൊക്കെയുള്ള ഫോണിലൊക്കെ അല്ലേ ഞാൻ കണ്ടു. ഇന്നലെ ചെന്നപ്പോഴും അവിടെ ഒരു പുള്ളി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സെയിം കംപ്ലൈന്റ് ആയിട്ട്. അപ്പോ ആർക്കെങ്കിലും ഉപകാരപ്പെടണമെങ്കിൽ പെടട്ടെ എന്ന് ഓർത്തിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്തേക്കുന്നത്. അപ്പൊ വീഡിയോ മാക്സിമം പെട്ടെന്ന് പോവുക, നിങ്ങളുടെ അടുത്തുള്ള സർവീസ് സെന്ററിൽ ചെന്നിട്ട് ഇത് കൊണ്ടേ കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ അവരോട് ചെയ്തു തരാൻ പറയാം. പിന്നെ അതുപോലെ മാക്സിമം ഈ വീഡിയോ ഫുള്ള് തന്നെ കാണുക. പിന്നെ അതുമല്ല പറ്റുമെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതൊക്കെ എല്ലാവർക്കും ഉപകാരപ്പെടും. വേറെ ഒന്നുമല്ല, എനിക്കിതിപ്പോ രണ്ടാമത്തെ അനുഭവം എന്ന് വെച്ചാൽ ഞാൻ വിവോന്റെ ചെയ്തിട്ട് എനിക്ക് അവരുടെ നല്ല ഒരു ഡീലിംഗ് ആണ്. അവരെനിക്ക് ഫോൺ വരെ മാറ്റി തന്നവര്. അപ്പൊ അത് കണ്ടപ്പോഴാണ് സാംസങ്ങിനോട് എനിക്ക് അത്ര ഇതായി പോയി. വേറെ ഇത്ര നാളെ ഞാൻ നടത്തി. അപ്പോ ഫോൺ ഞാൻ കാണിച്ചു തരാം. അപ്പൊ നിങ്ങളെ കൊണ്ടുവന്നിട്ട് ഇത് ഓപ്പൺ ആക്കാന്ന് പറഞ്ഞാൽ ഫോൺ ഇതിനു മുമ്പുള്ള ഇത് ഞാൻ സർവീസ് സെന്ററിൽ കൊടുക്കണേ മുന്നുള്ള വീഡിയോ ഞാൻ ഇത് ഇട്ടിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പൊ അതും കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു വ്യത്യാസം. അപ്പൊ ഫോണ് സ്വിച്ച് ഓഫ് ആണ്. ഓൺ ആക്കാൻ വേണ്ടി പോകണം. ഡിസ്പ്ലേ ഒക്കെ ഒരു മാറ്റി റെഡി ആക്കിയിട്ടുണ്ട്. ഓണായി വരട്ടെ. ഡിസ്പ്ലേ ഓണായി വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ചെറിയൊരു താമസമുണ്ട്. ഓക്കെ ഗെയ്സ്, അപ്പോൾ ഞങ്ങൾ സർവീസ് സെന്ററിൽ ഇരിക്കുന്നതിൻ്റെ ഇതാണ് കാണുന്നത്. വീഡിയോ ഈ പറഞ്ഞ പോലെ ഇതാണ് ഗ്രീൻ ലൈൻ ഉണ്ടായെന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് എടുക്കാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല. ഞാൻ ഈ ഫോണിൻ്റെ വീഡിയോ എടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. വീഡിയോ എടുത്തു തുടങ്ങിയപ്പോഴത്തേക്കും കറക്റ്റായിട്ട് അവിടെ നിന്ന് വിളിച്ചു. അപ്പോൾ അങ്ങോട്ട് പോണേ തിരുത്തിക്കാൻ ഞാൻ ആ വീഡിയോ എടുത്തത്. ടീന ആദ്യമായിട്ടാണ് സർവീസ് സെന്ററിൽ വരുന്നത്. അപ്പം അതിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്, ചമ്മലോ എന്തൊക്കെ പോലെ അല്ലേ. അപ്പോൾ ഈ സർവീസ് സെന്ററിലൊക്കെ കാഴ്ച ഇത്രയേ ഉള്ളൂ. ഗൈസ്, അപ്പോൾ ഇതിന്റെ മുമ്പിലുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ആ ഷോപ്പ് ഞങ്ങൾ സർവീസ് സെന്ററിൽ ഇരിക്കുന്നതും ഫോണിന്റെ ലൈനുള്ള സീനും കുറച്ച് ചെറിയൊരു ക്ലിപ്പായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ കണ്ടത് മനസ്സിലേ, ഫോണൊക്കെ എല്ലാം റെഡി ആയിട്ടുണ്ട്. നോക്കി കണ്ടോ,
എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. നോക്കി കണ്ട, വരെല്ലാം പോയി. ഫോൺ അത് തന്നെ കണ്ട. പിന്നെയുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കവർ വാങ്ങിക്കണം, പിന്നെ സ്ക്രീൻ കാർഡ് ഒട്ടിക്കണം. ഇത്രയും മാറ്റം അതിന് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് അവരോടൊക്കെ ഒന്ന് പറഞ്ഞ് നിങ്ങൾ ഇതേപോലത്തെ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അവരോടൊക്കെ പറഞ്ഞ് പെട്ടെന്ന് പോയിട്ടൊന്ന് റെഡിയാക്കാൻ വേണ്ടി പറയുക. ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നവരും എല്ലാവർക്കും നല്ലത് ആശംസിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു. ബൈ.